വിഷയത്തിൽ ഇപ്രകാരം ഒരു രീതിയിൽ സഖാബ് പിണറായി വിജയൻ പറയുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. അഥവാ അദ്ദേഹം പറഞ്ഞുവെങ്കിൽ അദ്ദേഹം വഹിക്കുന്ന പദവിക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പക്വതയ്ക്ക് നിരക്കുന്ന ഒരു പ്രസ്താവന അല്ല അതെന്ന് പറയാൻ നിർബന്ധിതനാണ്. LDFിലെ ഈ പ്രതിപക്ഷ ഉന്നത പദവി കഴിഞ്ഞ കുറേ കാലമായിട്ട് CPIയും CPIഎമ്മും തമ്മിൽ നടക്കുന്ന ചർച്ചാ വിഷയമാണ്. ആ ചർച്ചയിൽ CPIയുടെയും CPMൻ്റെയും ഇവിടുത്തെയും ഡൽഹിയിലെ നേതാക്കന്മാരും ഘടകങ്ങളും ഇൻവോൾവാണ്. അതൊരു തർക്ക വിഷയമാണ്. ആ വിഷയത്തിൽ ഇപ്രകാരം ഒരു രീതിയിൽ സഖാബ് പിണറായി വിജയൻ പറയുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. അഥവാ അദ്ദേഹം പറഞ്ഞുവെങ്കിൽ അദ്ദേഹം വഹിക്കുന്ന പദവിക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പക്വതയ്ക്ക് നിരക്കുന്ന ഒരു പ്രസ്താവന അല്ല അതെന്ന് പറയാൻ നിർബന്ധിതനാണ്. എല്ലാ വിനയത്തോടെയും ഞാൻ പറയുന്നു, ഇങ്ങനൊരു വിഷയത്തിൽ LDFിൻ്റെ പൊതു രാഷ്ട്രീയത്തിൻ്റെ രീതിയുണ്ട്. തർക്ക വിഷയങ്ങൾ തീർക്കേണ്ടത് ഉഭയകക്ഷി സംഭാഷണം വഴിയാണ് എന്ന ഒരു പൊതു അപ്രോച്ചുണ്ട്. ആ അപ്രോച്ച് ഇരിക്കെ തന്നെ ചർച്ചയ്ക്ക് വിധേയമായിട്ട് രണ്ട് പാർട്ടികളും മാറ്റിവെച്ച വിഷയത്തിൽ ഏകപക്ഷീയമായി അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിൽ അത് LDFിൻ്റെ സംസ്കാരത്തിന് നിരക്കുന്ന പ്രസ്താവനയായില്ല എന്ന് ഞാൻ എല്ലാ സ്നേഹത്തോടെയും എല്ലാ വിനയത്തോടെയും അറിയിക്കുന്നു. ആയിക്കോട്ടെ, എനിക്കിതേ പറയാനുള്ളൂ. CPIയുടെ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന ആവശ്യം ദീർഘകാലമായി ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. അത് ഒരു തർക്ക വിഷയമാണെന്ന് അങ്ങ് സൂചിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു വിഷയത്തിൽ അത് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPMന് തന്നെയാണെന്ന് LDFിനെ നയിക്കുന്ന LDFിന്റെ ചെയർമാനായ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഏതരത്തിലാണ് അംഗീകരിക്കാൻ കഴിയുക? അതല്ല ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്രകാരം തർക്ക വിഷയത്തിൽ CPIയും CPMും ഇവിടെയും ഡൽഹിയിലും ചർച്ചയ്ക്കായി മാറ്റിവെച്ച വിഷയത്തിൽ, ചർച്ച നടക്കുന്ന വിഷയത്തിൽ ഏകപക്ഷീയമായൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പക്വതയ്ക്കും അദ്ദേഹം വഹിക്കുന്ന പദവിക്കും ആ പ്രസ്താവന നിരക്കുന്ന ഒന്നല്ല എന്ന് എല്ലാ വിനയത്തോടും കൂടി ഞാൻ പറഞ്ഞു. ഒരു വട്ടം പറഞ്ഞു, വീണ്ടും പറയണോ? നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കുന്ന കാര്യമൊക്കെ CPI പരിഗണിക്കും. അതൊക്കെ CPIക്ക് വിട്ടുതരിക. ഇതിനകത്ത് അതല്ല CPI എന്നൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ആ പാർട്ടിക്കൊരു അഭിമാനം ഉണ്ടാവും. ആ അഭിമാനത്തെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് CPIഎമ്മിന്റെ ആളായിരിക്കും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്ത് ഉണ്ടാവുക. കത്തായിരിക്കും ഞാൻ കൊടുക്കുകയാണ് പിണറായി വിജയൻ ഷാർപ്പായി പറയുകയാണ്. CPIയുടെ അഭിമാനത്തിന് വിലയിടാൻ ഒരു നേതാവിനും അവകാശമില്ല, ഒരു മാധ്യമത്തിനും അവകാശമില്ല. ആ അവകാശം ജനങ്ങൾക്കും CPIക്കും മാത്രമുള്ളതാണ്.